കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിങ്ങിനും തകരാറുകളില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പോയത് തൊട്ടടുത്തുണ്ടെങ്കിൽ തന്നെ മുന്നിൽ അത് വരേണ്ടത്, ബേക്കിൽ അങ്ങനെ ഒരു ഇത് വരേണ്ട ആവശ്യമില്ല. ബേക്കിൽ തീ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിനുള്ളിൽ ഇരുന്നൊരു ഗർഭിണി വെന്തു മരിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം കഴിഞ്ഞ 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. എന്നാൽ ആ ന്യൂസ് കണ്ടവർ ആ ഒരു സമയത്ത് ഇത് നോർമലൈസ് ചെയ്ത് സംസാരിച്ച് അത് അവിടെ വെച്ച് വിടുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ കാറിന്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഫോറൻസിക് ടീമുകളാണെങ്കിലും ആ ഒരു കാറിന് അത്തരത്തിലൊരു തീ കത്താനിടയുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും നിലവിലില്ല. ഒരു സ്വിഫ്റ്റ് കാറാണ് അതിനകത്ത് കത്തിയിരിക്കുന്നത്. നമ്മളത് പെട്ടെന്ന് കേട്ടപ്പോൾ നോർമലൈസ് ചെയ്ത് തന്നെ നമ്മൾ കാണത്തുള്ളൂ, കേൾക്കത്തുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ കാറ് കത്തുന്നത് നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ തരത്തിലുള്ള ന്യൂസുകളെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്നൊരെണ്ണം സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അതിനുള്ളിൽ ഒരു കൊലപാതകമാണോ എന്ന് ചിന്തിക്കാനുള്ള കാര്യമൊന്നും പെട്ടെന്ന് വരത്തില്ല. എന്നിരുന്നാൽ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായ 2-3 ദിവസത്തിന് ശേഷം നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. കാരണം നമ്മുടെ നാട്ടിൽ ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾ കാരണം ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാ. ഈവൻ പാമ്പിനെ വിട്ട് കൊത്തിപ്പിക്കുന്നവരെ കണ്ടതാ. എന്നാൽ ആദ്യം അതൊരു പാമ്പ് കടിയേറ്റൊരു കാര്യമാണെങ്കിലും പിന്നിൽ അതിൻ്റെ ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്ട് ഒരു പരിധി എത്തുമ്പോഴായിരിക്കും ഇത് അതല്ല, ഇത് മറ്റേതാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അത്തരത്തിലാണ് ഈ ഒരു കേസ് വഴിത്തിരിവിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും ആ ന്യൂസ് എന്താണെന്ന് കാണിക്കാം. അതിന് തൊട്ടു പുറകെ തന്നെ അവരുടെ ബന്ധുമിത്രാദികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് പ്രാഥമിക നിഗമനം. കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിങ്ങിനും തകരാറുകളില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. വാർത്തയുടെ വിശദാംശങ്ങൾ ദീപ ഹരീന്ദ്രനാഥ് നൽകും. ദീപ, അപ്പോൾ എന്താണ് കാറിന് തീ പിടിക്കാനുള്ള കാരണം എന്നതിൽ ഒരു വ്യക്തത? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതുപോലൊരു കാറിന് തീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പാർക്ക് ഉണ്ടാവാനായിട്ട് അതിന്റെ എഞ്ചിൻ റൂം തുടങ്ങിയ സാധനങ്ങളും അല്ലെങ്കിൽ ആ സൈഡിൽ നിന്നാണ് ഈ സാധനം ഇങ്ങോട്ട് കത്തി വരുന്നത്. ഇത് പിൻസീറ്റിലിരുന്ന പെണ്ണിന് പിൻസീറ്റിലാണ് തീ വന്നിരിക്കുന്നത്. പിൻസീറ്റിൽ എങ്ങനെ തീ വരാനാ? ഒന്നെങ്കിൽ എന്തെങ്കിലും സ്പാർക്ക് സീറ്റിനകത്ത് വരണം, അല്ലാതെ ഈ ഒരു സാധനം എങ്ങനെ കത്തി വെന്ത് പോകാനായിട്ട്? പിൻസീറ്റിൽ ഇരിക്കുന്ന ഒരാൾ സീറ്റ് ബെൽറ്റിലും അല്ലേ ഇരിക്കുന്നത്, അല്ല നമുക്കറിയാമല്ലോ. അപ്പോൾ പിൻസീറ്റ് ഇരിക്കുമ്പോഴത്തേക്കിന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എടുത്ത് ഇറങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ലേ? സീറ്റ് ബെൽറ്റാണ് മിക്കവരും കുടുങ്ങിപ്പോകുന്നത്. ആൾക്കാർ കുടുങ്ങിപ്പോകാനുള്ള ചാൻസ് സീറ്റ് ബെൽറ്റിനകത്താണ്. കൊല്ലത്ത് ഇതാണക്ക് ഭാര്യ മറ്റൊരു ആൺ സുഹൃത്തുമായിട്ട് പോയ സമയത്ത് ഭർത്താവ് വന്നിട്ട് ഒഴിച്ച് കത്തിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ്. അത് ഇതുപോലെ സീറ്റ് ബെൽറ്റ് ലോക്കായി പോയ സാധനമോ? എങ്ങനെ വന്നിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും റജീന, അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. വെള്ളിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടാകുന്നത്. കക്കറമുക്ക് സ്വദേശിയായ സോനയാണ് മരിച്ചത്. 7 മാസം ഗർഭിണിയായിരുന്നു സോന. ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതും കാർ ഓടിച്ചിരുന്ന ഭർത്താവ് റിജിന് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിലാണ് നിർണായക കണ്ടെത്തൽ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. പിന്നെ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. നിലവിൽ ഇന്ധന ടാങ്കിനും അതുപോലെ തന്നെ കാറിനുള്ളിലെ വയറിങ്ങിനും യാതൊരു തകരാറില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാറിന് പിന്നിൽ നിന്നാണ് ഇത്തരത്തിൽ തീ പിടിച്ചത് എന്നാണ് ഫോറൻസിക് സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിനായി കാറിനുള്ളിലെ കൂടുതൽ സാമ്പിളുകൾ ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇനി എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ ഒരു ശബ്ദം, ഈ അപകടം ഉണ്ടായ സമയത്ത് ഒരു വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഈ സ്ഥലത്തേക്ക് ഓടി എത്തുന്നതും. അപ്പോൾ സ്ഫോടന ശബ്ദം കാറിന്റെ പിന്നിൽ നിന്നും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് കാറിന്റെ ഫ്യൂവൽ ടാങ്ക് പൊട്ടിത്തെറിക്കുക, അതിനുള്ളിൽ സ്പാർക്ക് വീഴുക, പൊട്ടിത്തെറിക്കുക. എന്നാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തതിനകത്ത് ഈ സ്പാർക്ക് എന്ന് പറയുന്ന സാധനം ഫ്യൂവൽ ടാങ്കുമായിട്ട് ബന്ധമില്ല, വന്നിട്ടുമില്ല. അവിടെ സാധനം വന്നിട്ടുമില്ല. അപ്പൊ അവിടെ അല്ല ഇതിന്റെ തീ ഉണ്ടായത്, പൊട്ടിയത്. ഇത് പൊട്ടിത്തെറിക്കുമായിരുന്നു. അതായത് സൗണ്ട് കേട്ടിട്ടുണ്ട്. പരിസരവാസികൾ സൗണ്ട് കേട്ടാണ് ഓടി അതിനൊക്കെ എത്തിയത്.
കഴിക്കാനായിട്ട് വല്ല പെട്രോളോ മറ്റോ ഈ കാറിൽ കരുതിയിരുന്നോ എന്നടക്കം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ അത്തരത്തിലൊരു സാധ്യത അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തില്ല. ഇനി വല്ല പുറത്തിനി ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നതും. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു സാധനം എന്താണെന്നുള്ളത് വെളിയിൽ കൊണ്ടുവരണം. കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. അതായത് ഭർത്തൃ വീട്ടിലെ വഴക്ക്, ഇവർ തമ്മിൽ വഴക്കായിരുന്നു, ഭാര്യ പിൻവശത്തായിരുന്നു, സംഭവങ്ങൾ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കിന് എവിടേക്കോ എന്തൊക്കെയോ കണക്ഷൻ വരുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായും അതിന്റെ റിപ്പോർട്ട് വരണം. വന്നിരുന്നാൽ നമുക്ക് വ്യക്തമായിട്ട് ഇത് പറയാം എന്താണെന്നുള്ളത്. ഇനി ഇവരുടെ കുടുംബം ഇതിനെപ്പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറു കത്തി ഗർഭിണി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് ബന്ധുക്കൾ. കാറിന്റെ പിൻസീറ്റിലാണ് സോന ഇരുന്നത്. കാറിന്റെ പിൻവശം മാത്രമാണ് കത്തിയത്. ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സോന പറഞ്ഞിരുന്നുവെന്നും കുടുംബം ബിഗ് ടിവിയോട് വെളിപ്പെടുത്തി. ഭർത്താവ് വണ്ടി ഓട്ടിക്കുന്നു, ഭാര്യ പിൻവശത്തിരുന്ന് കത്തിയ സമയത്ത് ഭർത്താവ് ഭർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി പോയി അവിടുന്ന് തുറന്നു പിടിച്ച് വെളിയിലോട്ടിട്ട് അണയ്ക്കാനുള്ള ഇത് ഇല്ല. എന്തോ സംഭവം? അപ്പം ഇത് വെറും ഒരു ആരോപണം മാത്രമാണോ? ഇത് വെറും ആശയക്കുഴപ്പമോ സംശയമോ മാത്രമാണോ ഈ പറഞ്ഞിരിക്കുന്നതും കാണിച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. അന്ന് രാത്രി വീട്ടിൽ വന്നപ്പം പറഞ്ഞിരുന്നു. അതും പറഞ്ഞാണ് അവിടേക്ക് പോയത്. ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ തന്നെ മുന്നിൽ അത് വരേണ്ടത്, ബാക്കിൽ. അതും ഇതിനകത്തൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ബാക്കിൽ സീറ്റ് ബെൽറ്റ് പോലും ഇല്ല, ഇറങ്ങിപ്പോവാൻ സീറ്റ് ബെൽറ്റിനകത്ത് ഉടങ്ങിപ്പോയെന്ന് പറഞ്ഞു. മെയിനായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ബാക്കിലിരുന്ന സ്ത്രീ, അതായത് ഈ മരണപ്പെട്ടു പോയ വ്യക്തി, സീറ്റ് ബെൽറ്റ് ബാക്ക് സീറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് എന്ത് ബാക്കിൽ പോയി ബാക്ക് സീറ്റ് ബെൽറ്റ് ഇടാനുള്ള കാരണം? ഗർഭിണിയായ സ്ത്രീ. എൻ്റെ ഒരു അഭിപ്രായപരം ഗർഭിണിയായ സ്ത്രീകൾക്ക് കൂടുതലും ഈ കണക്ഷനൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് അവർക്കത് വീർപ്പുമുട്ടൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സാധനത്തിന്റെ കണക്ഷൻ വന്ന് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കിന് വീർപ്പുമുട്ടൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ വീർപ്പുമുട്ടൽ ഒഴിവാക്കാനായിട്ട് ബാക്കിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, അല്ലേ? ആ വീർപ്പുമുട്ടൽ ഒഴിവാക്കാനാണ്. എന്നാൽ ആ വീർപ്പുമുട്ടൽ ഫ്രണ്ട് സീറ്റിലുണ്ട്. ഒരു ഗർഭിണിക്കോ അല്ലെങ്കിൽ ഒരു വയ്യാത്ത ആൾക്കോ ഒരു ഹാൻഡിക്യാപ്ഡ് ഉള്ള ആൾക്കോ ഏറ്റവും കൂടുതൽ സുഖപ്രദമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം കോ പാസഞ്ചർ തന്നെ. കാരണം നമുക്ക് ഈ സീറ്റ് റിക്ലൈൻ ഉണ്ട്, ഡിക്ലൈൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പൊ നമുക്ക് പൊസിഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ സ്വിഫ്റ്റ് പോലുള്ള കാറുകളുടെ ബാക്ക് സീറ്റിൽ യാതൊരു വിധ അഡ്ജസ്റ്റ്മെന്റും ഇല്ല. എന്താ സീറ്റ് ആ സീറ്റിലെങ്കിൽ ഇരുന്ന് യാത്ര ചെയ്യുക, അത്ര സാധനമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാക്കിൽ പോയിരുന്ന് സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ആ പെൺകുട്ടിക്ക് ഇടയുണ്ടായ സാഹചര്യം എന്തായിരിക്കും? അത് പരിശോധിക്കണം. ഇനി അതിനു മുമ്പ് ഈ ഗർഭിണിയായിരുന്ന സമയങ്ങളിൽ ഈ പെൺകുട്ടി ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പം പിൻ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ആയിരുന്നു ഇരുന്നത്. ആ ഒരു കാര്യവും പരിശോധിക്കണം, വ്യക്തമായിട്ട് പരിശോധിക്കണം. ഇതിനകത്തെ കളി ഇരിക്കുന്നത്. ബാക്ക് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുന്ന സാധനം. അങ്ങനെ ഇത് വരേണ്ട ആവശ്യമില്ല. ബാക്കിൽ തീ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്നാണ് ഒരു ഭൂകമ്പം പോലെ ഉണ്ടാകുന്നത്. നാട്ടുകാർക്കായാലും സംശയമുണ്ട്, എല്ലാവർക്കും സംശയമുണ്ട്. മുന്നിൽ സീറ്റ് ഉണ്ടായിട്ട് പുറകിൽ ഇരുന്ന് എന്താണെന്നുള്ളത് അത് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പോലീസ് ശാസ്ത്രമായി അന്വേഷിക്കണം, അത് മേലധികാരിൽ തന്നെ അന്വേഷിക്കണം. സാനിയ മനോമി ചേരുന്നു. സാനിയ മനോമി, സുപ്രഭാതം. കാറിന്റെ പിൻസീറ്റ് മാത്രമായി കത്തിയതാണോ കത്തിച്ചതാണോ ആ ഒരു സംശയമാണല്ലോ കുടുംബം ചോദിക്കുന്നത്. സുപ്രഭാതം സുജയ പാർവതി. അതായത് കുടുംബത്തിന്റെ സംശയം അങ്ങനെ തന്നെയാണ്. ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് യുവതിയുടെ അമ്മാവനും അടുത്ത ബന്ധുക്കളും ഒക്കെ പറയുന്ന പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് അവർ ചോദിക്കുന്നത് മുൻ സീറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പുറകു സീറ്റിൽ ഇരുന്നത് എന്നതാണ്. ഇരിക്കുകയായിരുന്നില്ല, കിടന്ന നിലയിൽ, അതായത് സീറ്റ് ബെൽറ്റ് ഇട്ട് കിടന്ന നിലയിലായിരുന്നു പുറകു സീറ്റിൽ സോന ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ കാർ കത്തിയതിനു ശേഷവും പുറകു സീറ്റിൽ നിന്ന് യാതൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നും ഇവർ പറയുന്നുണ്ട്. ഈ കാറിന്റെ സ്വാഭാവികമായ കത്തലാണ് എങ്കിൽ അത് മുൻവശത്ത് നിന്നാണ് കത്തേണ്ടിയിരുന്നത്. പക്ഷേ പുറകുവശത്ത് നിന്നാണ് കത്തിത്തുടങ്ങിയത്. മാത്രവുമല്ല, വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടു എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. നാട്ടുകാരും അത് ആവർത്തിക്കുന്നുമുണ്ട്. ഏതായാലും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം. ഭർത്താവിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടിരുന്നാൽ പോലും ഈ സീറ്റ് ബെൽറ്റ് ഇട്ട യുവതി ബാക്കിൽ തന്നെ കിടക്കുന്നു. അതായത് ആ കത്തുന്ന സമയത്ത് കാറിനകത്തു നിന്ന് യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ അതിന്റെ സൗണ്ട് കേട്ട് ഓടി വന്നു, അതായത് പൊട്ടുന്ന സൗണ്ട് കേട്ട് ഓടി വന്നവർക്ക് അതിനകത്ത് ഒരാൾ കത്തുന്നതായിട്ടുള്ള യാതൊരുവിധ മൂവ്മെന്റ്സ് കാണുന്നില്ല. ഒരു പൊള്ളലേക്കുന്ന ഒരു വ്യക്തി ഓൺ ദ സ്പോട്ടിൽ നമ്മളെ വെടികൊണ്ട് വീഴുന്ന കണക്ക് വീഴുകയല്ലല്ലോ ചെയ്യുന്നത്, അല്ലേ? അവര് നരകിച്ചായിരിക്കും പോകുന്നത്, അല്ലേ? നരകിച്ച് വെന്ത് വേദനയെടുത്ത് ആ ഒരു രീതിയിലായിരിക്കും ഇത് പോകുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം.
എന്നിട്ട് പോലും വെളിയിൽ നിന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അതേ സ്ത്രീ തന്നെ ബാക്ക് സീറ്റിൽ കിടക്കുകയായിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട്. അത് ഗർഭിണിയായ സ്ത്രീ ബാക്ക് സീറ്റിൽ കിടക്കുകയായിരുന്നു. പൊസിഷൻസും കാര്യങ്ങളും ഒന്നും ഒരു സാധനവും ക്ലിയർ അല്ല. ഈ ഫ്രണ്ട് സീറ്റിൽ ആളില്ലാതിരുത്താനുള്ള കാര്യം എന്തായിരിക്കും? അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീഡിയോ കാണുന്ന ഗർഭിണികളായിട്ടുള്ളവരുണ്ട്, പ്രസവിച്ചിട്ടുള്ളവരുണ്ട്. നിങ്ങൾ ഇതുപോലെ കാറിലൊക്കെ സഞ്ചരിക്കുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതാണോ കംഫർട്ട്, അവിടെ ഇരിക്കുന്നതായിരുന്നോ കംഫർട്ട്? ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയിരുന്നോ അല്ലായിരുന്നോ? ഇവിടെ സീറ്റ് ബെൽറ്റ് ഇറിറ്റേഷൻ ആയിട്ടുള്ളവർക്ക് തൊട്ട് ബാക്കിലെ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇറിറ്റേഷൻ അല്ലാതിരിക്കും? എനിക്ക് തോന്നുന്നു ഈ സീറ്റ് ബെൽറ്റ് ആയിരിക്കും ഇത്തിരി കൂടെ കംഫർട്ട് നമുക്ക് പിടിച്ചു നിർത്തും. മറ്റേ സീറ്റ് ബെൽറ്റ് പാടാ. അത് ഇട്ടിട്ടുള്ളവർക്കല്ല. ഈ സാധനം അങ്ങോട്ട് പിടിച്ചിടുമ്പോഴത്തേന് ഇത് കണക്കല്ല, സ്റ്റിഫാ സാധനം. സ്റ്റിഫായിട്ട് ഈ അടിഭാവമൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് ഇതാകുമ്പോഴും നമുക്ക് എന്ത് പറ്റും അറിയാം? നമുക്കതനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം സീറ്റ് ബെൽറ്റിന്റെ അളവ് ഇപ്പം ഇങ്ങനെയാണ് സീറ്റ് ബെൽറ്റിന്റെ അളവ് വരുന്നെങ്കിൽ നമുക്ക് ഈ സീറ്റ് ഒരു അല്പം ബാക്കിലോട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈറ്റ്നസ് ഇച്ചിരി കുറയും. മറിച്ച് ഫ്രണ്ടിലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇതുപോലെ ടൈറ്റ് ആകുമല്ലോ. അപ്പം ആ ടൈറ്റ്നസ് നമുക്ക് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കുറയ്ക്കാനും കൂട്ടാനും ഫ്രണ്ട് ഡ്രൈവർ സീറ്റിനത് സാധിക്കും. അതെന്തുകൊണ്ട് ബാക്കിലോട്ട് പോയി? ഇനി അവർ വഴക്കിട്ടിരുന്നതായിരുന്നോ? എന്നാൽ അതെങ്ങനെ കിടന്നു? ഒരിക്കലും വഴക്കിട്ടിരുന്നെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഗർഭിണിയായ ഒരു സ്ത്രീ അവർക്കൊരു പ്രോപ്പർ പൊസിഷൻ അല്ല എന്നുണ്ടെങ്കിൽ അവർ കിടക്കത്തില്ല. പ്രത്യേകിച്ച് ഒരു സ്വിഫ്റ്റ് പോലുള്ളൊരു കാറിനകത്ത് എന്ത് പൊസിഷൻ, എന്ത് കോംഫോർട്ടായിരിക്കും അവർക്ക് കിടക്കാൻ നേരം കിട്ടുന്നത്? കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു നോർമലൈസ് ചെയ്ത് ഒരു കാറ് കത്തി. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ഡസ്റ്റർ ഉൾപ്പെടെയുള്ള കാറുകൾ കത്തുന്നുണ്ട്, അവരുടെ ഷോർട്ട് സർക്യൂട്ട് ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ ഈ വണ്ടിയുടെ ഫ്രണ്ടും കത്തിയിട്ടില്ല, ഒരു സാധനം കത്തിയിട്ട ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് ലെഫ്റ്റ് ഇവിടെ ഈ സൈഡിൽ ഇവർക്ക് ടാങ്ക് ഉണ്ട് അല്ലേ? ആ ടാങ്കിനകത്ത് പൊട്ടിത്തെറിച്ചിട്ടില്ല, അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നാട്ടുകാരെല്ലാം കേട്ടു, പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടു. എങ്ങനെ സംഭവിച്ചു? എന്നാൽ ഭാര്യ ബാക്കിലായിരുന്നത്, ഡ്രൈവർ എന്ന് പറഞ്ഞ ഭർത്താവ് ഇവിടെ ഇരിക്കുമായിരുന്നു. ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു കാറ് പൊട്ടി പിടിക്കുക, അവരെ ഒന്ന് പിടിച്ചിറക്കി ആ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ആ ഒരു അവസ്ഥയിൽ ഒരു പീക്ക് എൻഡിലെ മരിക്കത്തുള്ളൂ. ഒരു പീക്ക് എൻഡിൽ അവസാനം മരിക്കുന്നതാണ്. ആശുപത്രി കിടന്നിട്ടുള്ളവരില്ലേ 90% ഇതായിട്ടുള്ളവർ. ഞാൻ പുറ്റിങ്ങൽ അപകടം നടന്ന സമയത്ത് ഞാൻ കണ്ടതാ, കൊല്ലം വർഷങ്ങൾക്ക് മുമ്പ്. അതാ പറയുന്നത്. എന്നിട്ടും വീഴാതെ കിടന്നവരുണ്ട്. ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഇതിനകത്ത് ഉള്ളതെന്നും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരുത്തനും ഈ രീതിയിലുള്ള തെമ്മാടിത്തരം കാണിച്ചിട്ട് ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല.